ഗൈസേ, മാൽദീവ്സിൽ ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്നവർ കാണേണ്ട അടിപൊളി വീഡിയോ ആണിത്. ഈ 3 പേരും ചാടിത്തുള്ളി പോകുന്നത് ഞങ്ങളുടെ ഐലൻഡിലെ അടിപൊളി സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. കറങ്ങുന്നുണ്ട് തല. അപ്പോൾ പറഞ്ഞു വന്നത്, മാൽദീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റിസോർട്ട്സും ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എൻജോയ്മെൻറ്റും മാത്രമല്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഐലൻഡ് വിസിറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യണേ. ഐലൻഡിലെ ഭക്ഷണങ്ങളും അവിടുത്തെ ലോക്കൽ ബീച്ചും ആളുകളെയും ഒക്കെ നിങ്ങൾ പറ്റിയാൽ പരിചയപ്പെടണം. ചില റിസോർട്ട്സിൻ്റെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യണേ. ഞങ്ങളുടെ ഐലൻഡിലെ അടിപൊളിയായിട്ടുള്ള ബീച്ചാണ് കേട്ടോ പിക്നിക് ബീച്ച്. ഓരോ ഐലൻഡിന് ചുറ്റും ബീച്ച് തന്നെയാണെന്നുണ്ടെങ്കിലും ഓരോ ബീച്ചിനും പല പല പേരുകളായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പിക്നിക് ബീച്ചിലാണേ. നല്ല അടിപൊളി ആംബിയൻസും ഫാമിലി ഒത്ത് നമുക്ക് ഇരുന്ന് സംസാരിക്കാനും ബാർബിക്യൂ ചെയ്യാനും ഒക്കെ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ പിക്നിക് ബീച്ച്. ഞങ്ങളുടെ ഐലൻഡിൻ്റെ പുറകുവശത്ത് തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ. അതാണ് അൻസമോൾ എനിക്ക് കാണിച്ചു തരുന്നത്. തൊട്ടടുത്ത് ഒരുപാട് റിസോർട്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോറിനേഴ്സിനെ ഞാൻ അധികം ഒന്നും കാണാറില്ല കേട്ടോ ഈ ഐലൻഡിൽ. പിന്നെ ആളുകൾ കുറവുള്ളൊരു ഐലൻഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബീച്ച് വളരെ ശാന്തമാണ് കേട്ടോ. ഒത്തിരി പേരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈയിടെയായിട്ട് നല്ല മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കടൽ അത്രയ്ക്ക് ശാന്തമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കടലിലിറങ്ങുന്നവർ മാൽദീവ്സിൽ വരുന്ന ആരാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇറങ്ങാം. അതുകൊണ്ട് തന്നെ നമ്മളും സേഫായിട്ട് കരയിൽ നിന്നിട്ടുള്ള വെള്ളത്തിക്കളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്കിവിടെ ജോലി കിട്ടിയതിന് ശേഷം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ എല്ലാം ഡ്രീം ഡെസ്റ്റിനേഷനാണ്, ഒരിക്കൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, നിൻ്റെയൊക്കെ ഭാഗ്യം ഇടയെന്ന്. അങ്ങനെയല്ല ഗൈസേ, എവിടെ പോയി കഴിഞ്ഞാലും അതിൻ്റെതായ ഗുണവും ദോഷവും എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളൊരു 10-20 ദിവസം പോയിട്ട് ട്രിപ്പ് പോയിട്ട് നിൽക്കുന്ന സ്ഥലമായിരിക്കില്ല നമ്മൾ ജീവിക്കാൻ ചെല്ലുമ്പോൾ ഉള്ള സ്ഥലം. ഒത്തിരി മാറ്റങ്ങളുണ്ടാവും കേട്ടോ. എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടിപൊളി ഭാഗമാണ് കേട്ടോ ഈ ഒരു ഐലൻഡ് ലൈഫ് എന്ന് പറയണത്. എക്സ്പീരിയൻസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് ഇവിടെ എനിക്ക് കിട്ടിയത്.